കേട്ടതാം ഈണങ്ങൾ മധുരമുള്ളവ, പക്ഷേ കേൾക്കാത്തവ അവയേക്കാൾ മധുരതരം. 1819 ജോൺ കീറ്റ്സ് രചിച്ച ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന ഭാവഗീതത്തിലെ വിശ്രുതമായ ഒരു പ്രയോഗമാണ് ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്നത്. ഇതിൻ്റെ ഏകദേശ പരിഭാഷയെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനെ പരിഗണിക്കാം. ഈ കാവ്യപ്രകരണത്തിൻ്റെ പ്രയോഗാത്മകതയുടെ വേറിട്ടൊരു സാധ്യത അന്വേഷിക്കുകയാണ് ഞാനിവിടെ. വെളിച്ചം കാണാത്ത വിചാരങ്ങൾ എന്ന ശീർഷകം ഇവിടെ സ്വീകരിക്കാമെന്ന് കരുതുന്നു. ഓരോ വ്യക്തിയിലും അന്തർഭവിച്ചിട്ടുള്ള ആശയരൂപീകരണ സങ്കേതങ്ങളും സാമഗ്രികളും മനുഷ്യൻ്റെ വ്യക്തിപരവും സാമൂഹ്യവുമായ വികാസത്തിന് അനിവാര്യമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ഇപ്രകാരത്തിൽ വ്യക്തിതലത്തിൽ രൂപീകൃതമാകുന്ന ആശയങ്ങളുടെ സത്യസന്ധവും ഇടമുറിയാത്തതും ആവർത്തിതവുമായ കൈമാറ്റത്തിലൂടെ ഈ വികാസം കൂടുതൽ പ്രഭാകരവും ഗുണപ്രദവും ആയി പരിണമിക്കുമെന്നും നമുക്ക് ബോധ്യമുണ്ട്. ആശയങ്ങളുടെ തുറന്നതും സത്യസന്ധവുമായ ആവിഷ്കാരം ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ ഇടയിൽ സക്രിയമായി വർദ്ധിക്കുന്നതോ വർദ്ധിക്കേണ്ടതോ ആയ പാരസ്പര്യത്തിൻ്റെ ഭദ്രതയെ ക്ഷയിപ്പിക്കാത്ത തരത്തിൽ വ്യക്തിയിൽ ആവിർഭവിക്കുന്ന ആശയത്തെ ഒട്ടും കലർപ്പില്ലാതെ അവതരിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. സമൂഹത്തിൻ്റെ കേവലമായ വൈവിധ്യ ബന്ധങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ടും അടിസ്ഥാനപരമായ സാമൂഹ്യ സത്തയുടെ സാങ്കത്യങ്ങളെ നിരാകരിച്ചുകൊണ്ടുമുള്ള ഏകപക്ഷീയമായ ആശയാവിഷ്കാര രീതികൾ സമൂഹത്തെ അസ്വസ്ഥമാക്കും എന്നതിൽ തർക്കമില്ല. വ്യക്തികൾക്കിടയിലും ജനപദങ്ങൾക്കിടയിലും ദീർഘകാലം നിലനിന്നിരുന്ന ഉദാത്തവും ഊഷ്മളവുമായ ബന്ധങ്ങൾ കേവലം ആശയാവിഷ്കരണ വൈകല്യം ഹേതുവായി നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞ എത്രയോ സന്ദർഭങ്ങളെ നമുക്കറിയാം. ഇത്തരം തകർച്ചകൾ ഉണ്ടാക്കിയ കെടുതികൾ പരിഹരിക്കാൻ എത്ര കണ്ട് നമുക്കായിട്ടുണ്ട്. പക്ഷേ ആശയരൂപീകരണത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും സ്വാതന്ത്ര്യങ്ങളെ വേണ്ടുവോളം അനുവദിച്ചുകൊണ്ട് തന്നെ ആശയവിനിമയത്തിൻ്റെ തനത് കൽപ്പനകളെ സൃഷ്ടിപരമായി ദർശിക്കാനും അവയെ സമചിത്തതയോടെ സമീപിക്കാനും ആവശ്യമെങ്കിൽ തിരുത്താനും മനസ്സ് വച്ചിരുന്ന വളരെ ഉന്നതമായ സാമൂഹ്യ മാതൃകകൾ തീർത്ത തലമുറകളുടെ പിന്മുറക്കാരാണ് നാം എന്നത് ഇന്ന് ഏറെക്കുറെ വിസ്മൃതമാണ്. സംഗതമായ ആശയങ്ങളെയും അവയെ സംവേദനാത്മകമായി ആവിഷ്കരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വന്തം സ്വാതന്ത്ര്യത്തെ അതിശക്തമായി പ്രകീർത്തിക്കുമ്പോഴും അതിനുള്ള സ്വാതന്ത്ര്യം സ്വയം ഉപയോഗപ്പെടുത്തുന്ന പലരും പക്ഷേ ഈ സ്വാതന്ത്ര്യം ഇച്ഛിക്കുന്ന മറ്റൊരാളോട് അസഹിഷ്ണുത കാട്ടുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഇത് അപകടമാണ്. സമൂഹ നവീകരണത്തിന് പ്രയോജനപ്പെടേണ്ട പല ആശയങ്ങളും പ്രകാശിതമാകാതെ പോകുവാൻ ഇത് കാരണമാകുന്നുണ്ട്. ഈ പ്രതിസന്ധി തനതായ ആശയങ്ങളുടെ പ്രകാശനത്തെ തടയുകയാണ് എന്ന് പോലും പറയാം. എല്ലാ ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളുകയും അവയെ ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും വസ്തുതാപരമായി പരിശോധിച്ച് കൊള്ളുകയോ തള്ളുകയോ ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ആശയത്തോട് അതിൻ്റെ നൽപ്പുതിൽപ്പുകൾ നോക്കാതെ യുദ്ധം പ്രഖ്യാപിക്കുകയും പൊതുമൈത്രീഭാവത്തെ മുൻപിൻ നോക്കാതെ പ്രതിസന്ധികളിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടി വന്നിരിക്കുന്നു. വ്യക്തികൾ സക്രിയമായ അഗ്നിപർവ്വതങ്ങളെപ്പോലെ ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുറന്നു പറയേണ്ടവർ പോലും പല സത്യങ്ങളും വെളിപ്പെടുത്താതിരിക്കുകയോ മറയത്ത് വെളിപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട ഗതികേടിലാണെന്ന് വാസ്തവം നമുക്ക് തിരിച്ചറിയണം. പലതും പറയേണ്ടവർ ഭയം കാരണം ഒന്നും പറയാത്തവരായി മാറിയിരിക്കുന്നു. ഇത് ഒട്ടും ആശാസ്യമായ സ്ഥിതിയല്ല എന്ന് കരുതിയേ മതിയാകൂ. സ്വദേശ വിചാരങ്ങൾക്ക് വിലക്ക് നന്നല്ല.